അമേരിക്കയിൽ നിന്നുള്ള തീപിടുത്തത്തിൻ്റെ വാർത്തകൾ ഒരാഴ്ചയിലധികമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. 35,000-ത്തിലധികം ഏക്കറുകൾക്ക് തീ പിടിച്ചിരിക്കുന്നു. 10,000-കണക്കിന് മനുഷ്യർ അവരുടെ കുടിയിടങ്ങൾ വിട്ട് പേടിയോടുകൂടെ അവരുടെ നാട്ടിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശതകോടീശ്വരന്മാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണത്. 22 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണക്കാക്കിയിട്ടുണ്ട്. അത്ര വലിയ സാമ്പത്തികമായ നഷ്ടം. എന്തു ചെയ്യണമെന്നറിയാതെ നടുങ്ങി നിൽക്കുന്ന മനുഷ്യരുടെ, അഗ്നിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുടുംബങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. 250 കോടിയിലധികം വിലമതിക്കുന്ന വീട് അത് തകർന്നു വീഴുന്നത്, അത് തീ കാർന്നു തിന്നുന്നത് നമ്മൾ കണ്ടു. സുഖവാസ കേന്ദ്രങ്ങളിലേക്കാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ട ചില തിരിച്ചറിവുകളുണ്ട്. ഒന്ന്, മനുഷ്യൻ നിസ്സാരനാണ് എന്നത് തന്നെയാണ് നമ്മളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര വലിയ സൗകര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത് എങ്കിലും, അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ, ഒരു ശിക്ഷ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ വാഹനങ്ങൾ കൊണ്ടോ കെട്ടുറപ്പുള്ള നമ്മുടെ വീട് കൊണ്ടോ ആ ശിക്ഷയെ തടുത്തു നിർത്താൻ, ആ ശിക്ഷയിൽ നിന്ന് കുതറി മാറാൻ നമുക്ക് സാധിക്കുകയില്ല. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. മനുഷ്യരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് ഒന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുക എന്ന്. ഇനി ലോകാവസാനത്തിൻ്റെ സമയത്തും മനുഷ്യരത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ, തിരമാലകൾ കൂറ്റൻ തിരമാലകളായി നമ്മളിലേക്ക് പതിച്ചാൽ, ഒരു സുനാമി വന്നാൽ, ഒരു കൊടുങ്കാറ്റ് വന്നാൽ, ഭൂമി നമ്മളെയും കൊണ്ടൊന്ന് പ്രകമ്പനം കൊണ്ടാൽ, അവിടെ നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ ആ ശിക്ഷയ്ക്ക് മുന്നിൽ അത് ഏറ്റുവാങ്ങുകയല്ലാതെ മറ്റൊരു നിർവാഹം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ കൂടെയുണ്ടായിരുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, വലിയ സമ്പന്നർ, കച്ചവടക്കാർ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട് അവരെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഒന്ന് നമസ്കരിക്കാൻ പോലും കഴിയാതെ ദൂരെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത്രയും ദുർബലനാണ് മനുഷ്യൻ എന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് തന്നെ സമ്പത്ത് നമ്മളെ പുളകം കൊള്ളിക്കരുത്. ഒരുപാട് ആളുകൾ കൊതിച്ചതായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്ന, കാലിഫോർണിയയിലുണ്ടായിരുന്ന ആളുകളെപ്പോലെ ആ സൗകര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ, അവിടെയുള്ള ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ നാട്ടിലിരുന്ന് കൊതിച്ച മനുഷ്യരുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു ഖാറൂൻ മുതലാളി കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ സമ്പത്തുണ്ടായിരുന്നു. ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം ഖജനാവിൻ്റെ താക്കോലുകൾ ആ മുതലാളിക്ക് ദുനിയാവിൽ കിട്ടി. സമ്പത്ത് കിട്ടിയപ്പോൾ അവൻ അള്ളാഹുവിനെ മറക്കുകയാണ്. ആ സമ്പത്ത് നൽകിയ റബ്ബിനെ മറന്നു. അവനോട് ജനങ്ങൾ പറഞ്ഞു, ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഖാറൂൻ, നീ പുളകം കൊള്ളരുത്, നീ അധികമായി പുളകം കൊള്ളരുത്. അങ്ങനെ മതിമറക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. സമ്പത്ത് കിട്ടുന്നതോടുകൂടെ ദീനിൽ നിന്ന് പിറകോട്ട് വരുന്ന, ഇനിയൊരു അത്യാവശ്യം ഞാൻ സ്റ്റാറ്റസുള്ള, അത്യാവശ്യം സമ്പത്തുള്ള, നാട്ടിൽ പേരും പ്രശസ്തിയുമുള്ള ഒരാളാണ്, അങ്ങനെയുള്ള എനിക്ക് ഇനി ഇത്രയൊക്കെ ദീനു മതി, അങ്ങനെ ദീനിൽ നിന്ന് പിറകോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അള്ളാഹു ആ പുളകം കൊള്ളുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അന്ന് അവൻ്റെ ഖജനാവ് കണ്ട്, അവൻ്റെ സമ്പത്ത് കണ്ട്, അവൻ്റെ കൊട്ടാരം കണ്ട് ജനങ്ങൾ പറഞ്ഞു, യാ ലൈതലന മിസ്ലമ ഊതിയ ഖാറൂൻ.
ആ കാറൂനിനെ പോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ, ആ മുതലാളിയെപ്പോലെ ഞങ്ങൾക്കൊരു കൊട്ടാരമുണ്ടായിരുന്നെങ്കിൽ, അവനെപ്പോലെയുള്ള ഖജനാവുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ജനങ്ങൾ കരുതി അതൊരു ദുനിയാവിൽ കിട്ടുന്ന എന്തോ വലിയ ഹൈറാണ് എന്ന്. പക്ഷെ അള്ളാഹുവിനെ മറന്നപ്പോൾ, അള്ളാഹുവിനെ വിസ്മരിച്ചപ്പോൾ അവനെയും അവൻ്റെ വീടും അവൻ്റെ കൊട്ടാരവും ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു. ഖാറൂനിനെയും അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി, അവൻ്റെ കൊട്ടാരവും അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി. എന്നിട്ട് അള്ളാഹ് പറയാണ്, അവനെ സഹായിക്കാൻ, അവന് സഹായം നൽകാൻ ഒരു കൂട്ടരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് തൊഴിലാളികൾ അവനുണ്ടായിരുന്നു, ഒരുപാട് അനുയായികൾ അവനുണ്ടായിരുന്നു, അവൻ്റെ ജോലിക്കാരുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ വന്നപ്പോൾ ഒരാൾക്കും അവനെ രക്ഷപ്പെടുത്താൻ, അവനെ സഹായിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സമ്പത്തുണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. പിന്നെ ആ സമ്പത്ത് ദീനീയായ പ്രവർത്തനങ്ങൾ നമുക്ക് തടസ്സം, ആ സമ്പത്ത്, ആ ജോലി, നമ്മുടെ കച്ചവടം അള്ളാഹുവിൻ്റെ ദീനിലെ പ്രബോധനത്തിന് നമുക്ക് തടസ്സമാവുക, ജമാഅത്തിന് നമുക്ക് തടസ്സമാവുക, ജുമാക്ക് നമുക്ക് തടസ്സമാവുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. കിട്ടിയ ആയുസ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താം. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു 5 കൊല്ലേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ആലോചിക്കണം, നമുക്ക് എത്ര കൊല്ലം കിട്ടി? നമ്മുടെ പ്രവർത്തനത്തിൻ്റെ തൂക്കം എന്താണ്? സഅദ് ഇബ്നു മുആദിന് ഇസ്ലാമിൽ കിട്ടിയത് 5 കൊല്ലം മാത്രമാണ്. ആ 5 കൊല്ലം കൊണ്ട് ചെയ്തു വെച്ചതോ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങുമാറ് അമലുകൾ ഈ ദുനിയാവിൽ 5 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്തു. മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ അർശ് പ്രകമ്പനം കൊണ്ടു, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു, മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിൽ പങ്കാളികളായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ കാരണം? ആ 5 കൊല്ലം 5 കൊല്ലാണ്. ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. കിട്ടിയ 5 കൊല്ലം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. നമ്മുടെ ആയുസോ, നമുക്ക് കിട്ടിയ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട 10, 20, 30 കൊല്ലങ്ങളോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുക. ഈ ദുനിയാവിലെ തീയിൻ്റെ ഭീകരത എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. എത്രമാത്രം കഠിനമാണ് ദുനിയാവിൻ്റെ തീ എന്ന് നമ്മൾ നേരിട്ട് കണ്ടല്ലോ, നമ്മുടെ മക്കൾ കണ്ടല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അള്ളാഹു തന്നെയാണ് സത്യം. ലൗ റഅയ്തും മാ റഅയ്ത് ലളഹിഖ്തും ഖലീല. ഞാൻ കണ്ട ചില കാഴ്ചകളുണ്ട്, ആ കാഴ്ചകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കൂ. ഇപ്പോൾ പൊട്ടിച്ചിരിക്കാനും വൈബ് തേടി യാത്ര തിരിക്കാനും ഓരോ ദുനിയാവിൻ്റെ ആനന്ദങ്ങളുടെ പിറകെ പോകാനും നിങ്ങൾക്ക് സമയമുണ്ടല്ലോ മനുഷ്യരെ. ആ കാഴ്ചകൾ നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ചിരി കുറയും, തമാശ കുറയും, പൊട്ടിച്ചിരി കുറയും, അങ്ങാടികളിൽ വെറുതെ ഇരുന്നു കൊണ്ടുള്ള സ്വറപറച്ചിൽ കുറയും. വലബഖൈതും കസീറാ, ധാരാളം നിങ്ങൾ കരയുമായിരുന്നു, കണ്ണുനീർ നിങ്ങളുടേത് കലങ്ങുമായിരുന്നു, ഒറ്റക്കിരുന്നു കൊണ്ട് നിങ്ങൾ ചിന്തിക്കുമായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ചിരി കുറക്കുമാറ്, ധാരാളം കരയിപ്പിക്കുമാറ് ആ കാഴ്ച എന്താണ്? റസൂലുള്ളാഹിയുടെ മറുപടി, അൽ ജന്ന വന്നാർ, സ്വർഗവും നരകവുമാണ്. ആ നരകം കണ്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാം കണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ വന്നുകൊണ്ട് പറയുന്നത് എന്താണ്? വഇസ്സതിക്, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം റബ്ബേ, ഈ നരകത്തെ അറിഞ്ഞ ഒരു മനുഷ്യനും ആ നരകത്തിലെത്തുകയില്ല. നരകത്തെ അറിഞ്ഞാൽ എത്ര ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ആ മനുഷ്യർ ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ നമ്മൾ മറപ്പിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും ദുനിയാവിൻ്റെ പിറകെ പോവുകയാണ്, അമലുകൾ നാളേക്ക് നീക്കി വെക്കുകയാണ്. അത് വളരെ ഗൗരവം ആലോചിക്കേണ്ട വിഷയമാണ്. നാളെ നാളെ എന്ന് പറഞ്ഞ് എല്ലാ നന്മകളും നീക്കി വെച്ചിരിക്കാൻ. എന്താണ് ഖുർആൻ ഇന്ന് രാവിലെ ഓതാത്തത്? ചില ആളുകൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇനി റമളാൻ 1 ഞാൻ ഖത്തമ് തുടങ്ങുന്നതാണ്. ആ റമളാൻ 1 വരെ
ഖുർആാനോത്തില്ല. റമദാൻ 1 തുടങ്ങും അവൻ. റമദാൻ 1 അവൻ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങും. ശൈത്താൻ നമ്മളെ വഞ്ചിക്കുന്ന രൂപം നോക്കൂ. അതുവരെയുള്ള ദിവസം മുഴുവൻ ഖുർആനിൽ നിന്ന് അകറ്റി. എന്തേ കാരണം? റമദാൻ 1 തുടങ്ങാൻ നിൽക്കാൻ. രാവിലെ ഓതാൻ വിചാരിച്ചാൽ മനസ്സ് പറയാണ് ഇന്നിപ്പോൾ ഏതായാലും രാവിലെ വേണ്ട, ഇപ്പം നല്ല ഉറങ്ങാൻ പറ്റിയ സമയമാണ്, ഏതായാലും രാത്രി ഒന്ന് ഓതാം. രാത്രിയോ? രാത്രി മുസഫ് എടുത്താലോ? രാവിലെയാണ് ബറക്കത്തുള്ള സമയം, അതുകൊണ്ട് നാളെ രാവിലെ ഓതാം. രാവിലെ ഓതൂല, രാത്രി ഓതൂല, നീക്കി വെക്കാൻ. ഓരോ നിമിഷത്തിലും അമല് ചെയ്ത് മുന്നോട്ട് പോകണം. റമദാനിലേക്ക് മാറ്റി വെക്കല്ല. സ്വതക്കകൾ റമദാനിലേക്ക് നീക്കി വെക്കല്ല. ഇന്ന് ചെയ്യാൻ കഴിയോ ഇന്ന് ചെയ്യൂ. ആരാണ് നമുക്ക് ഉറപ്പ് നൽകിയത് റമദാൻ വരെ? ഒരു ദിവസത്തിൽ ഒരു വക്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ പ്രയാസം ഉണ്ടാകും. ഒരു സുബഹി നഷ്ടപ്പെട്ടാൽ, ഒരു ഇശാ മറന്നുകൊണ്ട് ഉറങ്ങിപ്പോയാൽ എന്താണ് ആ ഒരു പ്രയാസം? ഒരു ദിവസത്തിൽ ഖുർആൻ തുറന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലില്ലാത്തത്. ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരു പേജ് ഞാൻ ഖുർആൻ ഓതിയിട്ടില്ല എന്ന പ്രയാസം എന്തേ നമ്മുടെ മനസ്സിൽ വരാത്തത്? ഖുർആൻ തുറക്കാത്തത് ഒരു പ്രയാസമായി നമ്മുടെ മനസ്സിന് തോന്നുന്നില്ല. പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും അദ്കാറുകൾ ചൊല്ലാത്തത് ഒരു പ്രയാസമായി നമ്മുടെ മനസ്സിന് തോന്നുന്നില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിക്കാൻ, നാളേക്ക് ഇങ്ങനെ നീക്കി വെക്കല്ല. ഇതാ അംസൈത ഫലാ തൻതളിരി സ്വബഹ്, പ്രദോഷമായാൽ അടുത്ത പ്രഭാതത്തിലുണ്ട് എന്ന് നീ കരുതല്ലേ. വഇദാ അസ്ബഹ്ത ഫലാ തൻതളിരിൽ മസാ, പ്രഭാതമായാൽ അടുത്ത പ്രദോഷത്തിലുണ്ട്, അടുത്ത വൈകുന്നേരത്തിലുണ്ട് എന്ന് നീ ചിന്തിക്കല്ലേ. കിട്ടിയ സമയം ഇതാ, ഇന്ന് ജുമുഅ കഴിഞ്ഞ് ഒരു പേജ് ഓതാൻ കഴിയോ? മുസ്ഹഫ് തുറന്നൊരു പേജ് ഓത്. നിന്റെ മനസ്സിൽ ഹിഫ്ളുണ്ടോ? വാഹനം ഓടിക്കുമ്പോൾ ഖുർആനോത്, യാത്ര ചെയ്യുമ്പോൾ ഖുർആനോത്, ദിക്റുകൾ ചൊല്ല്. അമലുകൾ നീട്ടിവെക്കരുത് പ്രിയമുള്ളവരെ. നമുക്കതുവരെ ആയുസ്സുണ്ടോ എന്ന് നമുക്കറിയുകയില്ല. കാട്ടുതീ അമർന്നാൽ കാണാൻ പോകുന്ന കാഴ്ച എന്താണ്? ഒരുപാട് കല്ലുകൾ ഉണ്ടാകും. അവിടെ മരം കൊണ്ടാണ് അവിടെ അധിക വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ മരങ്ങളെല്ലാം കത്തിപ്പടർന്നു, ബാക്കിയാകുന്നത് കല്ലുകളാണ്. അടുക്കളയുടെ ഭാഗത്ത് അവർ തണുപ്പ് കായാൻ അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കല്ലുകൊണ്ടുള്ള അത്തരം ഭാഗങ്ങൾ ബാക്കിയാകും. കരിങ്കല്ലുകൾ, അതിൻ്റെ നിറം മാറിയിട്ടുണ്ടാകും. എന്നാൽ നരകത്തെപ്പറ്റി എന്താണ് അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ നഫ്സിനെ, നിങ്ങളുടെ കുടുംബത്തെ നരകത്തെ തൊട്ട് നിങ്ങൾ കാത്തുരക്ഷിക്കണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ ബാക്കിയാകുന്ന ശക്തിയുള്ള കരിങ്കല്ലുകളുണ്ടല്ലോ, ആ കല്ലുകളാണ് നരകത്തിലെ ഇന്ധനം. ആ മനുഷ്യരും കല്ലുകളും ഉരുകിയൊലിക്കുന്ന അത്രയും കടുപ്പമേറിയ അഗ്നിയാണ് നരകത്തിലെ തീ എന്ന് തിരിച്ചറിയുക. അത്ര ശക്തിയാണ് നരകത്തിലെ തീ. കറുപ്പാണ് അതിൻ്റെ നിറം. ഒരു ചെറിയ ശിക്ഷ പോലും നരകത്തിലെ മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. ലാ തുബ്ഖി വലാ തദർ, നരകത്തിലേക്ക് എറിയുന്ന ഒന്നിനെയും അത് ബാക്കിയാക്കുകയില്ല, വിട്ടുകളയുകയുമില്ല. ആർത്തട്ടഹസിച്ചുകൊണ്ട് ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് ചോദിക്കുന്ന നരകം. ലവാഹത്തുൽ ലിൽ ബശർ, മനുഷ്യരുടെ തോലുകൾ ഉരിച്ച്, തോലുകൾ കരിച്ച് രൂപം മാറ്റിക്കളയുന്ന നരകം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നരകത്തെ സൂക്ഷിക്കാൻ നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നതിനിടയിൽ മരണം വരും. ഇന്നലെ ഭാരതപ്പുഴയിൽ 4 പേർ മരണപ്പെട്ടു. കുടുംബസമേതം കുളിക്കാൻ ഇറങ്ങിയതാണ്. നമ്മുടെ ആദർശവുമായി അടുപ്പമുള്ളവരാണ്. അല്ലാഹു അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം നൽകട്ടെ. രാവിലെ കളിച്ച് ചിരിച്ച് കുടുംബസമേതം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലെ ഇറങ്ങിയതാണ്. ആ വിനോദത്തിനിടയിൽ, ആ ആനന്ദത്തിനിടയിൽ അവർ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു. ഒരു ദിവസം എത്രയെത്ര വാഹനാപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചീറിപ്പായുന്ന ആംബുലൻസ് എത്രയെത്ര നമ്മുടെ കൺമുന്നിലൂടെ പായുന്നുണ്ട്. അതിലൊരു ദിവസം നമ്മളെയും കൊണ്ടുപോകാനുണ്ട്. നമ്മുടെ വീട്ടുമുന്നിലും
ആറുകാലുള്ള മയ്യത്തു കട്ടിൽ നമ്മളെയും കാത്തിരിക്കാനുണ്ട്. അതിനു മുമ്പ് തസവ്വദൂ, അമലുകൾ ഒരുക്കണേ, യാത്രക്കാവശ്യമായത് തയ്യാറാക്കണേ. ഒരു ചെറിയൊരു യാത്ര പോകുമ്പോൾ പാസ്പോർട്ട് എത്ര തവണ നമ്മൾ നോക്കും? എയർപോർട്ടിൽ എത്തിയിട്ട് വീണ്ടും നോക്കും. എത്ര ചെറിയ യാത്രയാണെങ്കിലും നമ്മൾ തയ്യാറാകും. ഇത് തിരിച്ചു വരവില്ലാത്ത യാത്രയാണ്. ഇനി ഒരു അമലിന് അവസരമില്ലാത്ത യാത്രയാണ്. ഒരു മടക്കമില്ലാത്ത യാത്രയാണ്. തിരുത്താനും പൊറുക്കാനും പിന്നീട് നമുക്ക് അവസരങ്ങളില്ലാത്ത യാത്രയാണ്. ഫഇന്ന ഖൈറ സാദി തഖ്വ, ആ യാത്രയിൽ ഏറ്റവും നല്ല പാതേയം തഖ്വയാണ്, അമലുകളാണ് എന്ന തിരിച്ചറിവോടുകൂടെ ധാരാളം നന്മകളിൽ മത്സരിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.